പിണറായി വിജയന്റെയും MV ഗോവിന്ദൻ മാർക്സിന്റെയും CPM-നേക്കാൾ പിണറായി പോലീസിന്റെ ഇന്റലിജൻസിന്, രഹസ്യാന്വേഷണ സംവിധാനത്തിന് കൂടുതൽ കാര്യവിവരമുണ്ട് എന്ന് മനസ്സിലായി. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് എന്തുകൊണ്ടാണ് CPM-ന്റെ നേതൃത്വത്തിലുള്ള LDF പിന്നാക്കം പോയത്, വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്, അതേക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള 5 കാരണങ്ങൾ നമ്മുടെ പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ പോലീസ് വിഭാഗമായിട്ടാണ് കേരളത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തെ കാണുന്നത്. അവർ കേരളത്തിൽ നടക്കാനിടയുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തി വിശദമായ തെളിവുകളോടെ മുൻകൂട്ടി തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട്. അതൊക്കെ പലപ്പോഴും ഗവൺമെന്റ് കണക്കിലെടുക്കുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലെ സാധ്യതകൾ ഇന്റലിജൻസ് പ്രവചിക്കാറുണ്ട്, പലപ്പോഴും ശരിയാകാറുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഈ പരാജയം അല്ലെങ്കിൽ ഈ വിജയം ഉണ്ടായത്, അതും അവര് കാര്യമായ തോതിൽ വിശകലനം നടത്തി പറയാറുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് LDF തോറ്റു, അതിനെക്കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണങ്ങളാണ് അവരുടെ റിപ്പോർട്ടിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇന്റലിജൻസ് വിഭാഗം പറയുന്നത് ശബരിമല സ്വർണ്ണ കവർച്ച, അത് കൈകാര്യം ചെയ്ത രീതി. അതിന് ഉത്തരവാദികളായ 2 പ്രമുഖ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായില്ല. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ കാര്യത്തിൽ. അദ്ദേഹം CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റായിട്ട് നിയമിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇവിടെ കവർച്ച നടക്കുന്നു, അതിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വാസുവും CPM-ന് ഏറ്റവും പ്രിയപ്പെട്ട, അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്തു എന്നതൊഴിച്ചാൽ ആ അറസ്റ്റ് പോലും നടന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ അറസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. കുറെ ഉദ്യോഗസ്ഥന്മാരിൽ ഇത് സംബന്ധിച്ച നടപടികൾ നിൽക്കുമായിരുന്നു, അവിടെ തടഞ്ഞു നിൽക്കുമായിരുന്നു. പക്ഷെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ 2 പേരുടെ അറസ്റ്റിലേക്ക് നീങ്ങിയത്. പക്ഷെ ഹൈക്കോടതി ഇപ്പോഴ് പ്രത്യേക അന്വേഷണ സംഘത്തെ അതിനിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്. അവിടെ എന്തുകൊണ്ട് ഈ പത്മകുമാറിന്റെ അറസ്റ്റിൽ അന്വേഷണം മന്ദീഭവിച്ചു അല്ലെങ്കിൽ തടസ്സപ്പെട്ടു, ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സമ്മർദ്ദമുണ്ടായോ? അതാണ് ഹൈക്കോടതിയുടെ ഒരു സംശയം. വലിയ വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവരുത്, മുൻ മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളോ അറസ്റ്റിലാവരുത്, ആ ഒരു നിർബന്ധം നിഷ്കർഷ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈ അയ്യപ്പന്റെ സ്വർണ്ണ കവർച്ച പോലീസ് അന്വേഷിച്ച് അറസ്റ്റായവർക്കെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടികൾ എടുത്തില്ല? ഇതൊക്കെ മനസ്സിലാക്കി ആളുകൾ അതനുസരിച്ച് അവർ വോട്ട് ചെയ്തു. സർക്കാരിന്റെ നിലപാടുകളിലും നടപടികളിലും എതിർപ്പുള്ളവരെ UDF-ന് വോട്ട് ചെയ്തു എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. ഇത് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI, അതോടൊപ്പം തന്നെ CPM-ന്റെ കീഴ്ഘടകങ്ങൾ അവരൊക്കെ പറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട പരാജയ കാരണം ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയാണെന്ന്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്നലെയാണ് ചേർന്നത്. അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പരാജയത്തിന്റെ ഒരു കാരണം സ്വർണ്ണ കവർച്ചയാണെന്ന്. പക്ഷെ അവിടെ പോലും ഇന്നലെ പോലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടിയുടെ നിലപാടിനെ അല്ലെങ്കിൽ പാർട്ടി നടപടി എടുക്കാതിരുന്നതിനെ ന്യായീകരിച്ച് സംസാരിക്കാനുണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ഈ 2 പാർട്ടി നേതാക്കള് അവര് ഇക്കാര്യത്തിൽ എന്ത് കുറ്റകൃത്യമാണ് നടത്തിയത് ചെയ്തത് എന്ന് പാർട്ടിക്ക് ബോധ്യം വരാതിരുന്നത് കൊണ്ടാണ് നടപടികൾ എടുക്കാതിരുന്നതെന്നാണ്. ന്യായീകരണം തുടരുകയാണ്. ഈ വമ്പൻ പരാജയത്തിന് ശേഷവും ഈ പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു രീതിയാണ് CPM-ന്റെ സംസ്ഥാന നേതാക്കളും സംസ്ഥാന കമ്മിറ്റിയും എടുത്തിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം ഇവിടെ ഉയരുന്നുണ്ട്. സ്വർണ്ണ കവർച്ചയ്ക്ക് മറുപടിക്കാനായിട്ട് CPM ഉയർത്തിക്കൊണ്ടുവന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചില ആരോപണങ്ങൾ. അയാൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ച് ബോധ്യം വന്നിട്ടാണോ അയാളുടെ രക്തത്തിന് വേണ്ടി CPM വലിയ തോതിൽ മുറവിളി കൂട്ടിയത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അയാളുടെ കാര്യത്തിൽ കുറ്റം തെളിയണമെന്നില്ല, കോടതിയിൽ കുറ്റം തെളിയണമെന്നില്ല. പക്ഷെ CPM നേതാക്കളുടെ കാര്യം വരുമ്പോൾ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ച് ബോധ്യം വരാത്തത് കൊണ്ടാണ് നടപടിയെടുക്കാതിരുന്നത് എന്നുള്ള തൊടുന്യായങ്ങളാണ് ഇപ്പോഴും CPM-ന്റെ നേതാക്കള്
ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജില്ലാ കമ്മിറ്റികളിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ ആ ഒരു നിലപാടാണ് നേതൃത്വത്തിനുള്ളത്. മറ്റൊരു കാരണമായിട്ട് ഇന്റലിജൻസ് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ അതൊരു വലിയ പ്രശ്നമായിട്ട്, ഒരു വലിയ സദാചാര ഇഷ്യൂ ആയിട്ട് കോൺഗ്രസിനെതിരെ, UDF-നെതിരെ LDF ഉയർത്തിക്കൊണ്ടുവന്നതാണ്. പ്രത്യേകിച്ച് CPM ആണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതേ കുറ്റകൃത്യത്തിന് പോലീസ് അറസ്റ്റ് ചെയ്ത വേടൻ ഒരു ഗായകനാണ്, റാപ്പ് ഗായകനാണ്. ആ വേടനെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വീകരിച്ചത്? ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം നൽകി ആദരിക്കാനുണ്ടായത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായിട്ട് 2 പെൺകുട്ടികളുടെ പരാതി മാത്രമാണുള്ളത്. ചില ശബ്ദരേഖകൾ അവരുടേതാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലാത്ത 2ഓ 3ഓ ശബ്ദരേഖകൾ. അത് വെച്ചുകൊണ്ടാണ് രാഹുലിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ, അദ്ദേഹത്തെ കോൺഗ്രസ് നിന്ന് പുറത്താക്കണം, MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം, ഈ വക ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വമ്പൻ പ്രക്ഷോഭങ്ങളാണ് CPM ആസൂത്രണം ചെയ്തത്. അതേസമയം ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കി. പ്രചാരണ സന്ദർഭങ്ങളിൽ അത് ഉയർന്നു വന്നു. വേടൻ എന്ന് പറയുന്ന ഗായകന് കൊടുത്ത പ്രത്യേക പരിരക്ഷ, ഇതേ കുറ്റമാണ് അദ്ദേഹത്തിനെതിരായിട്ട് ചുമത്തിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, പുറത്തുപോയി. അദ്ദേഹത്തിന് വിദേശത്ത് പോകാനുള്ള അനുമതി കിട്ടി. പിന്നെ സർക്കാർ പുരസ്കാരം കൊടുത്ത് ആദരിക്കുകയും ചെയ്തു. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവർ പ്രതികരിക്കാതിരിക്കുമോ? അവർ പ്രതികരിച്ചു. അതാണ് തോൽവിയുടെ മറ്റൊരു കാരണമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെയാണ് PM ശ്രീ ആ കരാറിൽ ഒപ്പുവെച്ചത്. ജനങ്ങളെ ഇതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് ഇന്റലിജൻസ് പറയുന്നുണ്ട്. ഇത് CPM-ന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും BJP-യുടെ കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള രഹസ്യ നീക്കമായിട്ടാണ് ജനങ്ങൾ അതിനെ സംശയത്തോടെ കണ്ടത്, ആശങ്കയോടെ കണ്ടത്. ഇവിടെ BJP-ക്കും RSS-നുമെതിരെ വലിയ വർത്തമാനം പറയും, ഉച്ചത്തിൽ സംസാരിക്കും. ഞങ്ങളാണ് RSS-ന്റെ ഫാസിസ്റ്റ് നയങ്ങളെ, BJP-യുടെ നിലപാടുകളെ എതിർക്കാൻ പറ്റിയ ഏക പാർട്ടി എന്ന് പറയും. പക്ഷേ ഡൽഹിയിൽ രഹസ്യാബാന്ധവ് അല്ലെങ്കിൽ രഹസ്യ ഒത്തുതീർപ്പുകൾ അങ്ങനെ PM ശ്രീയില് ഒപ്പുവയ്ക്കുന്നു. അതിനെ ആശങ്കയോടാണ് കണ്ടത് ജനങ്ങള്. അതിന് ഉപോത്പരകമായിട്ട് CPI-യുടെ നിലപാട് വന്നു. അവരിതിനെ പരസ്യമായിട്ട് എതിർത്തു. അവസാനം കരാറിൽ നിന്ന് പിൻവാങ്ങുന്നെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയക്കേണ്ടി വന്നു. ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ. ഈ വിഷയത്തിൽ സംശയാലുക്കളായ ഒരു വലിയ ശതമാനം ആളുകൾ UDF-ന് വോട്ട് ചെയ്തു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA കുടിശ്ശിക നൽകാതിരുന്നതാ. അത് സർക്കാരിന്റെ പരാജയമായിരുന്നു, ധനകാര്യ വകുപ്പിന്റെ പരാജയമായിരുന്നു, സാമ്പത്തിക രംഗത്തെ പോരായ്മയായിരുന്നു, ഖജനാവില് ദമ്പിടിയില്ലാത്തതിന്റെ പ്രശ്നമായിരുന്നു. അത് ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാരിനെതിരെ തിരിച്ചു എന്ന് പോലീസ് പറയുന്നു. പിന്നെ ചെറിയ ചില പ്രാദേശിക പ്രശ്നങ്ങളും പരാജയ കാരണമായിട്ട് പറയുന്നുണ്ട്. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യക്കിടയാക്കിയ PP ദിവ്യയുടെ ഇടപെടലുകൾ, ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന കുടുംബനാഥനെ നഷ്ടപ്പെട്ടു പോയ കഥ, അതില് ഈ PP ദിവ്യയുടെ ഇടപെടല്, അവരെ പിന്നീട് പാർട്ടി സംരക്ഷിച്ചത്. അതുപോലെ തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ, അവരുടെ പ്രവർത്തികൾ, അഹങ്കാരം നിറഞ്ഞ പ്രവർത്തികൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പില് പരാജയ കാരണമായി. തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ പ്രശ്നമാണെങ്കിൽ കണ്ണൂരില് അവിടുത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ പ്രവർത്തികൾ, ഇതൊക്കെ എണ്ണമിട്ട് പറഞ്ഞിരിക്കുക. പക്ഷെ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന കാരണമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലായിട്ട് മാറും, ഒരു കുറ്റപത്രമായിട്ട് മാറും. 4-5 മാസം കൂടെ ഇന്റലിജൻസിനും അതിന്റെ തലവന്മാർക്കും ഒക്കെ ഇവിടെ നിന്ന് വിളിക്കേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പരാജയ കാരണമായിട്ട് പറഞ്ഞ 5 കാരണങ്ങളും CPM-ന്റെ നിലപാട് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ കാരണം, അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ഉണ്ടായതാ. സ്വർണ്ണക്കവർച്ച മുരിഞ്ഞോട്ട് PP ദിവ്യ, ആര്യ രാജേന്ദ്രൻ മുതലായ ആളുകളുടെ പ്രവർത്തികൾ വരെയുള്ളത്, ഇതെല്ലാം CPM-ന്റെ ഉത്തരവാദിത്വമാണ്. അവർക്ക് പറ്റിയ വീഴ്ചകളുടെ ഫലമായിട്ട് ഉണ്ടായതാ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഭരണവിരുദ്ധ വികാരം എന്ന പ്രധാനപ്പെട്ട കാരണം ഉണ്ടാവുന്നത്. ആശാവർക്കർമാരുടെയൊക്കെ സമരം പറയുന്നില്ല. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇതുപോലെ ഒരു സർക്കാരിനോട് ഒരു വിരുദ്ധ വികാരം അല്ലെങ്കിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായൊരു കാലം വേറെയില്ല. അങ്ങനെ സംസ്ഥാന ഭരണത്തെ നയിക്കുന്ന CPM അവിടെ ആദ്യ സെക്രട്ടേറിയറ്റിലും
പിന്നീട് നടന്ന ചർച്ചകളിലൊക്കെ മുന്നോട്ട് വെച്ച കാരണങ്ങൾ, അതായത് ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല സ്വർണ്ണക്കവർച്ച പരാജയകാരണമായിട്ടില്ല, മുതലായ കാരണങ്ങൾ. ആ അവകാശവാദങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് പോലീസിന്റെ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പോലീസ് ഇന്റലിജൻസിന്റെ ഈ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അത് പുറത്തു പറയാൻ പോകുന്നില്ല, ജനങ്ങളോട് പറയാൻ പോകുന്നില്ല. കാരണം ഈ കുറ്റാരോപണങ്ങൾ മുഴുവൻ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതുപോലെ CPM അവരുടെ നയം മൂലം, അവരുടെ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത് തുറന്നു പറയാനുള്ള യാതൊരു സാധ്യതയുമില്ല. പക്ഷേ അവർക്ക് വേണമെങ്കിൽ ഗൗരവമായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇന്റലിജൻസ് വെറും രാഷ്ട്രീയ പക്ഷാഭേദങ്ങൾ അനുസരിച്ച് റിപ്പോർട്ട് നൽകുന്നവരല്ല. അവര് സംസ്ഥാനത്തുടനീളം അവരുടെ സോഴ്സസിൽ നിന്ന് കിട്ടിയ വിവരം, ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന നിഗമനങ്ങളാണ്, റിപ്പോർട്ടാണ്. അതവർ സ്വീകരിക്കുമോ സ്വീകരിക്കാതിരിക്കുകയോ? കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ജനങ്ങളോട് സത്യസന്ധമായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. CPM-ന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മഹാരഥന്മാരായ ആളുകൾ നയിച്ച ഒരു പാർട്ടിയാണ്. പി കൃഷ്ണപിള്ളയും AKGയും EMS-ഉം പിന്നെ VS അച്യുതാനന്ദൻ വരെയുള്ള ആളുകൾ അവർ നയിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ഒരു ആർജവം ആ പാർട്ടി ഒന്നും കാണിച്ചിട്ടുണ്ട്, തിരുത്താനും തയ്യാറായിട്ടുണ്ട്. അതായിരുന്നു CPM-ന്റെ പ്രധാനപ്പെട്ട ഒരു രീതി. തെറ്റ് സംഭവിച്ചാൽ അതേപ്പറ്റി കൂലങ്കഷമായി ചർച്ച ചെയ്യാനും, മുഖത്ത് നോക്കാതെ അഭിപ്രായം പറയാനും, തെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും, പിന്നീട് അത് തിരുത്താനുമുള്ള ഒരു മനോഭാവം. പക്ഷെ ഇപ്പോ കേരളത്തിലെ CPM-ൽ നമ്മൾ അതല്ല കാണുന്നത്. പരാജയങ്ങളോ തെറ്റുകളോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചേരാൻ പാർട്ടി തയ്യാറാവുന്നില്ല. PM ശ്രീയെ പറ്റി ഒരു ആക്ഷേപം വന്നു. CPI മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അത് ഉന്നയിച്ചത്. എന്നിട്ട് പോലും സ്വയം വിമർശനാത്മകമായിട്ട് അതിനെ കണ്ടില്ല, അതിനെ ന്യായീകരിക്കാനാണ് തയ്യാറായത്. പിന്നീട് പാർലമെന്റിലാണ് BJP-യുടെ മന്ത്രിയാണ് പറയുന്നത് ജോൺ ബ്രിട്ടാസ് MP ഒരു പാലമായി നിന്നുകൊണ്ട് കേരള സർക്കാരും അതുപോലെ തന്നെ BJP-യുടെ കേന്ദ്ര സർക്കാരും തമ്മിലൊരു ധാരണ ഉണ്ടാക്കിയതാണെന്ന്. ജനങ്ങളോട് സത്യം തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ സ്വർണ്ണക്കവർച്ച, അതിൽ പാർട്ടിയുടെ സത്യസന്ധത നമ്മൾ കണ്ടില്ല. പഴയ CPM ആണെങ്കിൽ അതിന് കാരണക്കാരായ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ജയിലിലായവരെ, അറസ്റ്റിലായവരെ ആ നിമിഷം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുമായിരുന്നു. ഇവിടെ അതല്ല കണ്ടത്. ആശാസമരം ഉണ്ടായി, ജനങ്ങൾക്കിടയിൽ വലിയ വികാരം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. നിസ്സാരമായ കൂലി വർധനവിന് വേണ്ടി തെരുവിലിറങ്ങിയ ഒരു സംഘം സ്ത്രീകള്, അവരുടെ സമരം ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയെടുത്തതാണ്. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ പിടിവാശി, ആ സമരത്തിന് നേതൃത്വം കൊടുത്ത SUCI എന്ന് പറയുന്ന സംഘടനയിലുള്ള എതിർപ്പ്, അതിന്റെ പേരിൽ മാത്രം ആ സമരത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് അത് സംബന്ധിച്ച തെറ്റുതിരുത്തതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ CPM അങ്ങനെയായി മാറിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു ഇഷ്യൂവിന്മേൽ ഒരു അഭിപ്രായം പറയണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് ഇഷ്ടപ്പെടുമോ, അദ്ദേഹത്തിന് ഹിതകരമാകുമോ, അദ്ദേഹത്തിന് എതിർപ്പുണ്ടാകുമോ, അതിന്റെ പേരിൽ പിണറായി വിജയൻ ആ അഭിപ്രായം പറയുന്ന ആളിനെ ടാർഗറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പാർട്ടിയിലെ ചർച്ച വരുന്നത്. അല്ലാതെ സത്യസന്ധമായിട്ട് നീതിബോധത്തോടുകൂടി യുക്തിബോധത്തോടുകൂടി അഭിപ്രായം പറയുന്നവർ ഇന്ന് പാർട്ടിയിൽ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ചർച്ചകൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിൽ പോലും ഈ അടിമത്തം, ഈ വിധേയത്വം, അതാണ് നിഴലിച്ചു കാണുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റിൽ ചില എതിരഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടി തിരുത്തി, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം വരുന്നു എന്ന് പുറത്തു വരുന്നത് തന്നെ ഇപ്പോൾ ഒരു ചീത്ത കാര്യമായിട്ടാണ് പാർട്ടി കരുതുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ചർച്ച ചെയ്യാനും തിരുത്താനും തയ്യാറാവുന്ന പാർട്ടിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. തെറ്റുകൾ തിരുത്താൻ അവർ ഒരിക്കലും തയ്യാറാവുന്നില്ല. പഴയ പിടിവാശികളിൽ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ യാതൊരു പ്രയോജനവുമില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയ ലോക കേരള സഭ ഈ 4-5 മാസങ്ങൾ കൂടിയാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. അതിനിടയിൽ 10 കോടി രൂപ ചെലവഴിച്ച് ലോക കേരള സഭയുടെ അടുത്ത സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുക. 10 കോടി രൂപയാണ് പോകുന്നത്, വെറുതെ പോവുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറെ പ്രതിനിധികൾ വരും, എല്ലാം CPM-ന് താല്പര്യമുള്ളവരാണ്. അവരിവിടെ വരും, 2-3 ദിവസം ചർച്ചയ്ക്കും, എന്നിട്ട് അവർ മടങ്ങും. ഇതുവരെ 5 പൈസയുടെ പ്രയോജനം ഈ കേരള സഭ കൊണ്ട് സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല. വീണ്ടും നടത്താൻ പോവുക. ഇതിനൊക്കെ എതിരായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് എന്നവർ ഓർക്കുന്നില്ല. തെറ്റുകൾ തിരുത്താൻ അവര് തയ്യാറാവുന്നില്ല. ഇനിയിപ്പോ CPM-ന് അടിയന്തരമായി വേണ്ടത്
സത്യസന്ധമായി ചിന്തിക്കാനും സത്യം പറയാനുമുള്ള ഒരു മനോഭാവമാണ്. എങ്കിൽ മാത്രമേ ആ പാർട്ടി രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ.